നമുക്ക് 1953 ഓഗസ്റ്റ് മാസത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. അന്ന് ഇറാനിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മുഹമ്മദ് മൊസാദെ. അദ്ദേഹം ചെയ്ത കുറ്റം രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തും വിഭവവുമായ എണ്ണ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടൻ പ്രതികരിച്ചു, ഒപ്പം അമേരിക്കയും. പിന്നീട് ഡീക്ലാസിഫൈ ചെയ്യപ്പെട്ട CIA രേഖകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും അവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചത് എന്നാണ്. കൈക്കൂലികളിലൂടെ, അഴിമതിയിലൂടെ, തെരുവിലെ വലിയ അക്രമങ്ങളിലൂടെ, അതിഭീകരമായ പ്രോപ്പഗാൻഡയിലൂടെ അവിടെ ജനാധിപത്യം അവസാനിച്ചു, അമേരിക്കയുടെ ഒത്താശയോടുകൂടി. നയം വ്യക്തമാണ്. സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളോട് സന്ധി ചെയ്യുന്ന പരമാധികാര രാഷ്ട്രങ്ങളെ മാത്രമേ പശ്ചിമേഷ്യയിൽ നിലനിൽക്കാൻ ഇവർ അനുവദിക്കുകയുള്ളൂ.